അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പൗരന്മാർക്ക് ഇനി അമേരിക്കൻ മണ്ണിലേക്ക് കാലുകുത്താൻ കഴിയില്ല. വൈറ്റ് ഹൌസിന് സമീപത്തുണ്ടായ വെടിവെപ്പിന് പിന്നിൽ തന്നെ അഫ്ഗാൻ പൗരന്മാരാണ് എന്ന വിലയിരുത്തൽ പുറത്തു വന്നതോടുകൂടി ട്രംപ് ആകട്ടെ നിർണായക പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അഫ്ഗാൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ എമിഗ്രേഷൻ ആപ്ലിക്കേഷനുകളുടെയും പ്രോസസ്സിംഗ് ആകട്ടെ അനിശ്ചിതമായി തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ട്രംപിന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ആക്രമണം നടത്തിയത്. മാത്രമല്ല, അഫ്ഗാനിൽ നിന്നും ഭീകരന്മാർ ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നതായി തന്നെ. എന്നാൽ ഇതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പാകിസ്ഥാനുമായി കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കുന്നത് അഫ്ഗാൻ പൗരന്മാരെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കാം എന്ന കാരണമായി ഒരു വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, അഫ്ഗാൻ ഭൂമിയാകട്ടെ അത് നരകഭൂമിയാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സുരക്ഷാ പരിശോധനാ നടപടിക്രമങ്ങൾ അവിടെ പുനർപരിശോധിക്കുന്നത് വരെ തന്നെ അഫ്ഗാൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ എമിഗ്രേഷൻ ആപ്ലിക്കേഷനുകളും അനിശ്ചിത കാലത്തേക്ക് തന്നെ ഉടനടി നിർത്തിവെക്കുകയാണ് എന്നാണ് രാജ്യത്തിന്റെ അമേരിക്കൻ ജനതയോടും അല്ലെങ്കിൽ അവിടെ വലിയൊരു സംരക്ഷണവും സുരക്ഷിതത്വവും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നാണ് ഇവർ എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതായത് അമേരിക്കൻ ജനതയുടെയും സുരക്ഷയുടെയും അവരുടെ സംരക്ഷണവും എല്ലാം തന്നെ ആ ഒരു ഏക ലക്ഷ്യ ദൗത്യം എന്ന നിലയിലാണ് എമിഗ്രേഷൻ സർവീസ് ഇത്തരത്തിൽ നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നിന്ന് ഏതാനും ബ്ലോക്കുകൾ മാത്രം അകലെ വെച്ച് നടന്ന ആക്രമണം നടത്തിയത് 29കാരനായ അഫ്ഗാൻ പൗരനായ റഹ്മാനുള്ള എന്ന വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 നാഷണൽ ഗാർഡ്സ് സൈനികർക്ക് നേരെ വെടിയുതിർത്ത ഇയാളെ പോലീസ് വെടിവെച്ചാണ് പിടികൂടിയത്. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ഓപ്പറേഷൻ അലൈസ് വെൽക്കം പദ്ധതി പ്രകാരം 2021 സെപ്റ്റംബർ 8-നായിരുന്നു ലെക്വാൾ അമേരിക്കയിൽ എത്തിയതെന്നതാണ് ഇപ്പോൾ ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ആക്രമണത്തെ അതിരൂക്ഷ ഭാഷയിലാണ് പ്രസിഡന്റ് ട്രംപ് അപലപിച്ചത്. പാകിസ്ഥാനിലെ ഭൂമിയിലെ നരകമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഹീനമായ ആക്രമണം തിന്മയുടെയും വിദ്വേഷത്തിന്റെയും ഭീകരതയുടെയും പ്രവർത്തനമാണ് എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാജ്യത്തിനും മനുഷ്യരാശിക്കുമെതിരായ കുറ്റകൃത്യമാണ് എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതേസമയം വൈറ്റ് ഹൌസിന് സമീപത്തുണ്ടായ ഈ ഒരു വെടിവെപ്പിൽ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടാണ് ഈ അഫ്ഗാൻ ഭീകരനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ട്രംപ് രംഗത്ത് വന്നത്. വ്യാഴാഴ്ച പുലർച്ചെ തന്നെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലാകട്ടെ വെടിനിർത്തിയ ആളെ മൃഗമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് അയാൾ വളരെ വലിയ വില നൽകേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തു. വെസ്റ്റ് വെർജീനിയ നാഷണൽ ഗാർഡ്സിലെ 2 അംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റത്. 2 ഗാർഡ്സുകളുടെയും ആരോഗ്യ നിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഇരുവരുടെയും നില ഗുരുതരമാണ് എന്ന് 2 വ്യത്യസ്ത ആശുപത്രികളിൽ ഇവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തതായും ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 വ്യത്യസ്ത ആശുപത്രികളിൽ കഴിയുന്ന 2 നാഷണൽ ഗാർഡുകളെ വെടിവെച്ച ആ മൃഗത്തിനും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ പോലും അവർ വലിയ വില നൽകേണ്ടി വരും, അതായത് അവൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറയുന്നത്. നമ്മുടെ വലിയവരായ നാഷണൽ ഗാർഡ്സിനും നമ്മുടെ എല്ലാ സൈനികരെയും നിയമപാലകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഇവർ ശരിക്കും മഹാന്മാരാണ് എന്നതായിരുന്നു അദ്ദേഹം തന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.